Hi children, this is 6th standard maths class. In the last class, what all things we have studied? Yes, we studied about fractions, improper, proper and a mixed fraction, right? So today we are going to discuss about equivalent fractions. What is equivalent fraction? For example, 1 by 2. 1 by 2 equal ആണ് എന്ത് 2 by 4 എന്ന് പറയുന്നത് അല്ലേ 2 by 4 നമ്മൾ ചെറുതാക്കിയ 1 by 2 തന്നെയല്ലേ വരുന്നത് അതേപോലെ 3 by 6 4 by 8 these all are equivalent fractions 1 by 2 ന് ഈക്വൽ ആണ് 2 by 4 3 by 6 4 by 8 എന്നൊക്കെ പറയുന്നത് അല്ലേ now look at here how will you check equivalent fractions എങ്ങനെയാണ് നിങ്ങൾ equivalent fractionsകൾ നോക്കുക ഒരു രണ്ട് ഫ്രാക്ഷൻസ് തന്നെ എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യാം look at this 2 by 4 3 by 6 here you want to find whether these two fractions are equivalent രണ്ടും equivalent ആണോ എന്ന് എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക just cross multiply ചെയ്യും അല്ലേ that is 2 into 6 what is 2 6 it is 12 then 4 3s it is 12 which means 12 is equal to 12 this means that 2 by 4 3 by 6 are equivalent fractions ഇത് ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും അത് നോട്ട് ഇക്വിവാലൻ്റ് എന്ന് പറയും ഇങ്ങനെയാണ് നിങ്ങൾ സാധാരണ 6th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുള്ളത് ഇക്വിവാലൻ്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ദ നമ്പേഴ്സ് ഹൗ വിൽ യു ഫൈൻഡ് ഇക്വിവാലൻ്റ് ഫ്രാക്ഷൻസ് Here we have two methods. First one is multiplying both numerator and denominator by the same number. Second method is dividing both the numerator and denominator by the same number. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക First one is multiplying both the numerator and denominator by the same number. Number 1 by 3. ഈ fraction 1 by 3 ന്റെ equivalent fractions ഏതൊക്കെയാണ് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക 1 by 3 നെ both numerator and denominator ഒരേ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം when I multiply it by 2 the answer is 2 by 6 ഓക്കെ അപ്പോൾ 1 by 3 ൻ്റെ ഒരു ഇക്വാലൻ്റ് ഫ്രാക്ഷൻ ആണ് 2 by 6 ഇതിനെ നിങ്ങൾ വീണ്ടും ചെറുതാക്കിയാൽ 1 by 3 തന്നെയാണ് അതുകൊണ്ടാണ് ഇക്വാലൻ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് when I multiply both numerator and denominator by 3 it is 3 by 9 this one also an equivalent fraction again when I multiply it by 4 both sides by 4 answer is 4 by 4 3s are 12 അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീണ്ടും നമ്പേഴ്സിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം സോ ദീസ് ഓൾ ആർ ദ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് ഓഫ് 1 by 3 1 by 3 ഈക്വൽ ടു 2 by 6 വിച്ച് ഈസ് ഈക്വൽ ടു 3 by 9 വിച്ച് ഈസ് ഈക്വൽ ടു 4 by 12 നിങ്ങൾക്ക് ഇനിയും 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ബോത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ ഒരു മെത്തേഡിൽ ഇക്വിവാലന്റ് കണ്ടുപിടിക്കാം Second method is dividing both the numerator and denominator by the same number. 12 by 15. 12 15 കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പർ വേണം when I multiply it by 2 ഇത് 2ൽ പോകുമെങ്കിൽ 15 2ൽ പോവോ ഇല്ല so when I take next number that is 3 dividing it by 3 both sidesലും പോകുന്നുണ്ടല്ലോ അങ്ങനത്തെ നമ്പേഴ്സ് ചൂസ് ചെയ്യാം 12 divides 3 is 4 and 15 divides 3 is 5 4 by 5 ഇനി നിങ്ങൾ നോക്കുക ഈ നമ്പറിനെ വീണ്ടും വേറെ നമ്പേഴ്സ് ഇതേപോലെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ ഫ്രാക്ഷന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസുകൾ വീണ്ടും കണ്ടുപിടിക്കുക ബൈ ദ ഫസ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ 4 by 5 ഞാൻ എടുക്കുക ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2 ഇറ്റ് ഈസ് 4 2s are 8 by 5 2s are 10 one of the equivalent fraction of 4 by 5 12 by 15 തന്നെ again when I multiply both the numerator and denominator by 3 it is 4 3s are 12 by 15 കണ്ടോ അതെന്നാ വരുന്നത് അതുകൊണ്ടാണ് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 5 മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു പകുതിക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ അവിടെ അത് മാത്രമല്ല അതിൻ്റെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻ ബാക്കി ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും വരും റിപ്പീറ്റ് വരും ഇന്ന് വീണ്ടും ചെറുതാക്കുമ്പോഴും വരും ഓക്കെ so the equivalent fractions of 12 by 15 are 4 by 5 8 by 10 12 by 15 ഇവിടെ ഒക്കെ നോക്കുക ചെറുതാക്കുമ്പോൾ ആരെന്നേ ഉള്ളൂ 4 by 5 തന്നെയാണ് okay these are the two methods to find the equivalent fractions now look at the first question 2 by 9 you want to find the equivalent fraction of 2 by 9 with the denominator 63 2 by 9 fraction denominator 63 ആവുന്ന ഒരു equivalent fraction കണ്ടുപിടിക്കണം so 9 into what number gives 63 it is 7 so this means that you want to multiply both sides by 7 now 2 7s are 14 that is 14 by 63 is the equivalent fraction of 2 by 9 ഓക്കെ എന്താണോ അവർ ചോദിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം
Here, second one, 3 by 5. You want to find the equivalent fraction of 3 by 5 with the numerator 9. അപ്പോൾ 3 by 5 എന്ന് പറയുന്ന ഫ്രാക്ഷന് 9 ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന ഒരു ഇക്വിവാലന്റ് ഫ്രാക്ഷൻ കാണണം. So 3 into what gives 9? 3 3s are 9. Multiply both sides by 3. Here, 5 3s are 15. So 9 by 15 is the equivalent fraction of 3 by 5. രണ്ട് മെത്തേഡും നിങ്ങൾ അറിയണം. ബോത്ത് ഒന്ന് ഡിനോമിനേറ്റർ കാണാനുള്ളതല്ലോ ഒന്ന് ന്യൂമറേറ്റർ തന്നാലുള്ളതല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ is how will you convert or how will you reduce a fraction to its lowest term? That is simplest form of a fraction. ഒരു ഫ്രാക്ഷനെ തന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ചെറുതാക്കി പരമാവധി എത്രത്തോളം നിങ്ങൾക്ക് ലോവസ്റ്റ് ടേംസിലേക്ക് മാറ്റാൻ പറ്റും അത്രത്തോളം അതിനെ ചെറുതാക്കി എഴുതണം. അതാണ് സിംപ്ലസ്റ്റ് ഫോം. So first for this, the shortcut method is that you want to find the HCF of numerator and denominator. ന്യൂമറേറ്ററിലുള്ള 36ഉം ഡിനോമിനേറ്ററിലുള്ള 54ഉം ആണ്. ഇവർക്ക് രണ്ടാക്കും വരുന്ന HCF ആരാന്ന് നോക്കുക. രണ്ടാക്കും വരുന്ന HCF 18 ആണ്. That is highest common factor of 36 and 54 is 18. Now you want to divide both sides by 18. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലോവസ്റ്റ് ടേം അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം കിട്ടും. സോ 36 divides 18 as 2 and 54 divides 18 as 3. That is 2 by 3 is the simplest form of 36 by 54. This is the shortcut method. Okay, first find the HCF, then find the answer. Divide both sides by that HCF and find it. Clear children? Then next one is like and unlike fractions. നിങ്ങൾക്കറിയാം എന്താണ് ലൈക്ക് ഫ്രാക്ഷൻസ് എന്താണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്നുള്ളത്. എന്താ ലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ പ്രത്യേകത? ദ ഫ്രാക്ഷൻസ് ഹാവ് സെയിം ഡിനോമിനേറ്റർ. ഒരേ ഡിനോമിനേറ്റേഴ്സ് വരുന്നതാണ് എന്താ ലൈക്ക് ഫ്രാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ 1 by 15, 2 by 15, 8 by 15 ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ സെയിം അല്ലേ. സോ ദിസ് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആർ കോൾഡ് ലൈക്ക് ഫ്രാക്ഷൻസ്. വാട്ട് അബൌട്ട് unlike fractions? Unlike fractions means different denominator. Fractions having different denominators. For example 28, 36, 54 ഇവിടെയൊക്കെ എന്താ ഉള്ളത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ഉണ്ട്. സോ 7 by 28, 7 by 36, 7 by 54 all these are unlike fractions. You want to remember same denominator as like fraction, different denominator as unlike fractions. But how will you compare such types of fractions? ഇതുപോലത്തെ ഫ്രാക്ഷൻസുകൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് നോക്കാം. Look at here. Comparing the fractions. First one is 3 by 8 and 5 by 8. You want to compare these two fractions. ഇത് ഏത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ്? നിങ്ങൾ കണ്ടിട്ട് തന്നെ പറഞ്ഞേ ഏത് ടൈപ്പാണ്? സെയിം ഡിനോമിനേറ്റേഴ്സ് ഉണ്ട്, അപ്പം ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. സോ ഹൗ വിൽ യു കമ്പയർ സച്ച് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്? 3 by 8, 5 by 8. സെയിം ഡിനോമിനേറ്റേഴ്സ് വന്നാൽ ജസ്റ്റ് കമ്പയർ ദ ന്യൂമറേറ്റർ. 3, 5 വിച്ച് ഇസ് സ്മോളസ്റ്റ് നമ്പർ ആൻഡ് വിച്ച് ഇസ് ദ ബിഗ്ഗർ നമ്പർ? 3 ആണോ 5 ആണോ? 3 is less than 5. ന്യൂമറേറ്റേഴ്സ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാം. സോ 3 is less than 5. This means that 3 by 8 is less than 5 by 8. Okay, comparison of like fractions. Second one is 1 by 3 and 1 by 5. 1 by 3 and 1 by 5. ഇത് ഏത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷനാ? It is a unlike fractions. അതായത് ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്? ഷോർട്ട് കട്ട് മെത്തേഡ്, ഇക്വാലൻറ്റ് ചെയ്യുന്ന പോലെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്താ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ദ നമ്പർ. 1 into 5 it is 5 and it is 5 and 1 3s are 3 and this 5 is greater than 2 അല്ലേ? 5 3നേക്കാളും വലുതാണ്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ എന്ന് എഴുതുന്നത്. ദാറ്റ് ഇസ് 5 greater than 3 means that 1 by 3 is greater than 1 by 5. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഏതാണ് ഗ്രേറ്റസ്റ്റ് സ്മോളസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഫ്രാക്ഷനിൽ പറയാം. ഹിയർ 5 is greater than 3, so 1 by 3 is greater than 1 by 5. Next, look at this fraction 4 by 5 and 5 by 6. Here these are unlike fractions with different numerator. Unlike ആണ്, different numerator ആണ്. ഇവിടെയും അതിന് പറ്റിയൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് 4 by 5 and 5 by 6. So let's cross multiply the numbers. That is 4 6 are it is 24, then 5 5s are it is 25. അപ്പോൾ ഇതിൽ ഏതാ ചെറുത്? 24 is less than 25. So this means that 4 by 5 is less than 5 by 6.
Okay, shortcut method, just cross multiply the numbers and find the answer. 4 by 5 is less than 5 by 6. അതുപോലെ തന്നെയാണ് ഇവിടെയും. നേരെ ഇവിടേക്കും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 ചെയ്യാം 5 ചെയ്യാം ആൻഡ് അത് കമ്പയർ ചെയ്യാം. Is this clear, children? So this is what comparing like and unlike fractions. Okay, now all of you want to study this. ഇപ്പോൾ ഫ്രാക്ഷൻസിലുള്ള ഇത്രയും കാര്യങ്ങൾ ഇക്വിവാലൻ്റ് ലൈക്ക് അൺലൈക്ക് ഒക്കെ പഠിക്കാം. പിന്നെ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്കുള്ള കാര്യം പഠിക്കാം കേട്ടോ. Now I'll give you the activity for you. Take page number 146, exercise 7.3. Okay, try to do the problems, children. Okay then, thank you.